അടുത്ത യൂസ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. അപ്പോൾ ആ ഒരു സെയിം ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി മാറാതെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരു ബീച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നാനോ ബനാനനെ കടത്തി വെട്ടുന്ന ഒരു AI ഇമേജ് ജനറേഷനും എഡിറ്റിംഗ് മോഡലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു മോഡലിനെയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ടിക്ടോക്കിന്റെ പേരന്റ് കമ്പനി ആയിട്ടുള്ള ബൈറ്റ് ഡാൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സീ ഡ്രീം എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. സീ ഡ്രീമിന്റെ 4.0 വേർഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നാനോ ബനാനേക്കാളും സൂപ്പറായിട്ട് ഇമേജ് എഡിറ്റിങ്ങും ക്യാരക്ടർ കൺസിസ്റ്റൻസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അടിപൊളി മോഡലാണ് സീ ഡ്രീം 4.0. ഈ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഹൈ റെസൊല്യൂഷൻ ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അതായത് അപ് ടു 4K റെസൊല്യൂഷൻ ഇമേജസ് സീ ഡ്രീം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നാനോ ബനാന യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഇമേജിൻ്റെ ക്ലാരിറ്റി കുറച്ച് നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇത് 4K റെസൊല്യൂഷൻ ഇമേജസ് ആണ് സീ ഡ്രീം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അടുത്ത ഫീച്ചർ കമ്പൈൻഡ് ജനറേഷൻ പ്ലസ് എഡിറ്റിംഗ് ആണ്. നമുക്കൊരു ഇമേജിനെ സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, മൾട്ടിപ്പിൾ റെഫറൻസ് ഇമേജസ് അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും സീ ഡ്രീം വെച്ച് പോസിബിൾ ആണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റെഫറൻസ് ഇമേജ് സപ്പോർട്ട് ആൻഡ് ബാച്ച് മോഡ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ഇമേജിന്റെ സ്റ്റൈലോ കോമ്പോസിഷനോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിനൊരു റെഫറൻസ് ഇമേജ്, മൾട്ടിപ്പിൾ റെഫറൻസ് ഇമേജസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഒറ്റ ഗോയിൽ തന്നെ മൾട്ടിപ്പിൾ ഇമേജസിനെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ സ്റ്റൈല് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഫീച്ചർ അക്യുറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് റെൻഡറിങ്ങും ഒബ്ജക്റ്റ് മാനിപ്പുലേഷനും റീസ്റ്റോറേഷനുമാണ്. അതായത് സീ ഡ്രീമിന് നമ്മളുടെ ഒബ്ജക്ട്സിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, ടെക്സ്റ്റ് നമ്മുടെ ഇമേജിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിനെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പഴയ ഫോട്ടോസിനെ സൂപ്പറായിട്ട് റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ടും ലൈറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സീ ഡ്രീമിന് പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സീ ഡ്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതെന്നും ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് സീ ഡ്രീം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ സീ ഡ്രീം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് LMArena.ai എന്ന് പറയുന്ന ഈ ഒരു URL-ലേക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ ഈ ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമേജ് ജനറേഷൻ മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാനോ ബനാന മോഡലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യാം. ഇനി സീ ഡ്രീം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് വരാം. സീ ഡ്രീം 4 എന്നുള്ള മോഡലാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാം. അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഇമേജ് നമുക്ക് ഈ പ്ലസ് അപ്ലോഡ് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജസ് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് യൂസ് കേസ് നമുക്കൊരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് മോക്കപ്പ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കളർ വേരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാഗിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ബാഗിൻ്റെ ഇമേജ്. ഇതിന് എനിക്ക് 3 ഡിഫറെൻറ്റ് കളേഴ്സിലേക്കുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്ത് തരാനായിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, യൂസിങ് ദ അപ്ലോഡഡ് റെഫറൻസ് ഇമേജ് ഓഫ് ദ ലെതർ ബാക്ക് പാക്ക് ജനറേറ്റ് 3 ന്യൂ കളർ വേരിയൻസ്. എന്നിട്ട് ഓരോ കളേഴ്സും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സെയിം ബാഗിൻ്റെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീ ഡ്രീം 3 ഡിഫറെൻറ്റ് കളേഴ്സ് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇമേജ് ജനറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക സീ ഡ്രീം 4 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുക ഇവിടുന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന്.
അപ്പോൾ ഈ എല്ലമരീനയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ചൂസ് ചെയ്തിട്ട് ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നാനോ ബനാന മോഡൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ മോഡൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഫ്ലക്സിൻ്റെ മോഡൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലമരീനെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റാങ്കിങ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എല്ലമരീനയുടെ ഈ ഒരു ലീഡർ ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏതാണ് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള മോഡൽ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടു ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് ടു ഇമേജ് സീഡ്രീമാണ് നാനോ ബനാനേക്കാളും ഫസ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്ന മോഡൽ എന്നുള്ളത്. എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു ലീഡർ ബോർഡ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ടോപ്പ് പെർഫോമിംഗ് മോഡൽസ് ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് കേസിലാണെങ്കിൽ ജെമിനി 2.5 പ്രോയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലൗഡിൻ്റെ ഓപ്പേഴ്സ് മോഡലാണ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് റാങ്കിങ്സ് നമുക്ക് ഈ ഒരു എല്ലമരീന ലീഡർ ബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 3 കളേഴ്സ് വെച്ചിട്ട് അടിപൊളിയായിട്ട് സെയിം നമ്മുടെ ഞാൻ ഫസ്റ്റ് കൊടുത്തിരുന്ന ഇമേജിൻ്റെ അതേ രീതിയിൽ തന്നെ ആ ഒരു ബാഗിന് വേറൊരു ചേഞ്ച് വന്നില്ല. കളേഴ്സും ആ ഒരു മെറ്റീരിയലും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം. അടുത്ത യൂസ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഗേളിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗേളിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. അപ്പോൾ ആ ഒരു സെയിം ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി മാറാതെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരു ബീച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഗോൾഡൻ അവർ, വാം സൺലൈറ്റ്, ജെൻറ്റിൽ വേവ്സ്, പാം ട്രീസ് ഒക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി ഒട്ടും ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത യൂസ് കേസ് നോക്കാം. അടുത്തൊരു യൂസ് കേസ് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ഇൻറ്റീരിയർ ഒരു റൂമിൻ്റെയോ ഒക്കെ ഒരു ഇൻറ്റീരിയർ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെയിം രീതിയിൽ ചേഞ്ച് ഒന്നും വരാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഒരു ഇൻപുട്ട് ഇമേജ്. എന്നിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോംപ്റ്റ് ഇതാണ്. ഓക്കെ, റൂമിൻ്റെ ആ ഒരു സ്റ്റൈൽ ഡിസൈനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആ ഒരു വേറൊരു പ്ലാന്റ് വെച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് കുഷ്യൻസും കാര്യങ്ങളൊക്കെ വെച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു യൂസ് കേസ്, ഇവിടെ നമ്മുടെ അടുത്തൊരു മോഡൽ ഇമേജ് ഉണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫിറ്റ്നസ് ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൻ്റെയോ ഒക്കെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈൻ വരെ നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ക്രിയേറ്റ് എ ഹീറോ ഇമേജ് ഫോർ എ ഫിറ്റ്നസ് ക്യാമ്പയിൻ യൂസിങ് ദ അപ്ലോഡഡ് മോഡൽ പോസ്റ്റ് ആഡ് ടാഗ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇമേജിൽ തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ബോൾഡ് ടിപ്പോഗ്രഫിയിലാണ് വേണ്ടത് എന്നൊക്കെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സീഡ്രീം ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ബാനറാണിത്. സെയിം മോഡൽ തന്നെ ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫോണ്ടും ആ ഫോണ്ട് സ്റ്റൈലും യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്തൊരു യൂസ് കേസ് വളരെ ഇപ്പം നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരിതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോർ പ്ലാനാണിത്. ഈ ഒരു ഫ്ലോർ പ്ലാൻ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊരു ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ടെലിവിഷൻ, അതുപോലെ ബുക്ക് ഷെൽഫ്, ഇവിടെ അതുപോലെ തന്നെ ഒരു ഫയർ പ്ലേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കി, ഒരു ഫയറിൻ്റെ ഇത്, ബുക്ക് ഷെൽഫ്, TV, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഫാസ്, അതൊക്കെ ഒരു ഇൻറ്റീരിയറിൽ നമുക്ക് വേണ്ട രീതിയിൽ ആ ഫ്ലോർ പ്ലാനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് Seedream യൂസ് ചെയ്തിട്ട് പോസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഫ്ലോർ പ്ലാന് എങ്ങനെയായിരിക്കും അതൊരു ഇൻറ്റീരിയർ വരിക. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോഫയുടെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കാം, കർട്ടൻസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വിഷ്വലി എങ്ങനെയായിരിക്കും ആ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഫ്ലോർ പ്ലാനിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഇനി ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇമേജിൽ കുറച്ച് കൂടുതൽ എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ചേഞ്ചസ് വരുത്തണം. അത് നമുക്ക് പ്രോംപ്റ്റ് വഴി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ, ഇപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ റെഡ് മാർക്ക് ചെയ്യേണ്ടടുത്ത് നമുക്ക് അവിടെ ഒരു TV വെക്കണം എന്നുള്ളത് നമുക്ക് അവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ഒരു ബ്ലൂവിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ എന്ത് എലമെൻ്റാണ് ആഡ് ചെയ്യേണ്ടത് അതൊരു മാർക്കിംഗ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പ്രോംപ്റ്റിൽ നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാം, ആഡ് എ TV അറ്റ് ദ പ്ലേസ് മാർക്ക്ഡ് ഇൻ റെഡ് കളർ ആൻഡ് ആഡ് എ സോഫ അറ്റ് ദ പ്ലേസ് മാർക്ക്ഡ് ഇൻ ബ്ലൂ കളർ എന്ന് നമുക്ക് പ്രോംപ്റ്റിൽ റൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ആ ഒരു പ്രോംപ്റ്റ് വർക്കൗട്ടായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിടത്ത് നമുക്ക് അവിടെ ഒരു TV വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു സോഫയും കാര്യങ്ങളും ഒക്കെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇമേജിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് മാർക്കിങ് വെച്ച് ചെയ്തിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെബ്സൈറ്റിൻ്റെ ഒരു ജസ്റ്റ് ഹാൻഡ് വെച്ച് നമ്മൾ വെറുതെ പേപ്പറിൽ വരച്ചിരിക്കുന്ന ഒരു ലേ ഔട്ടാണ്. ഈ ഒരു ലേ ഔട്ട് ഇതുപോലെ ജസ്റ്റ് ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ളതിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ലേ ഔട്ട് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലോഗോ സെർച്ച്, അതുപോലെ ഗാലറി കൊടുത്തിരിക്കുന്നിടത്ത് ഇങ്ങനെ നമുക്കൊരു ജസ്റ്റ് ഒരു ലേ ഔട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് Seedream ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ Seedream വെച്ചിട്ട് നിങ്ങൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മുടെ സീൻ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് നാച്ചുറൽ ലാംഗ്വേജിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലെന്തൊക്കെ വേണം, സബ്ജക്റ്റ്, ആക്ഷൻ, എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, എ ഗേൾ ഇൻ എ ലാവിഷ് ഡ്രസ് വാക്കിംഗ് അണ്ടർ a parasol along a tree-lined path in the style of a Monet oil painting. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്തു, സബ്ജക്റ്റ് പറഞ്ഞു, എന്താണ് ആ ഒരു സബ്ജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ആക്ഷൻ പറഞ്ഞു കൊടുത്തു, എന്താണ് എൻവയോൺമെൻറ്റ് എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈലും കളറും ലൈറ്റിങ്ങും ഒക്കെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടി നന്നായിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഗേൾ, അംബ്രല്ല, ട്രീ ലൈൻഡ് സ്ട്രീറ്റ് അങ്ങനെ കൊടുക്കരുത്. ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സിനാരിയോ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്പെസിഫിക് യൂസ് കേസ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ എക്സാക്ട്ലി അതൊന്ന് മെൻഷൻ ചെയ്യുക. ആ ഒരു ഇമേജ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ലോഗോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഡിസൈൻ എ ലോഗോ ഫോർ എ ഗെയിമിംഗ് കമ്പനി, എന്നിട്ട് ആ ലോഗോയിൽ എന്ത് വേണം എന്നുള്ളത് കൊടുക്കുക. അതുപോലെ ആ കമ്പനിയുടെ നെയിം കൊടുക്കുക. അങ്ങനെ കുറച്ച് എന്തിനാണ് നമ്മൾ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പേർപ്പസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന കേസിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കുക. ആൻ അബ്സ്ട്രാക്ട് ഇമേജ് വിത്ത് എ ഡോഗ് ഹോൾഡിങ് എ കൺട്രോളർ ആൻഡ് ദ വേർഡ് പിറ്റ്ബുൾ ഓൺ ഇറ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം അതൊരു ലോഗോയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ കൊടുത്തില്ലേ, അതുപോലെ കൊടുത്താൽ നമ്മുടെ LLMന് അത് കുറച്ചും കൂടിയും മനസ്സിലാക്കി അത് നല്ല ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അടുത്തൊരു
ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് വേണ്ട സ്റ്റൈൽ എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ഇമേജ് എങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പെയിൻറ്റിങ് ആണ് വേണ്ടത്, അതുപോലെ എങ്ങനെയാണ് കാർട്ടൂൺ സ്റ്റൈലിൽ വേണോ എന്നൊക്കെയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു റെഫറൻസ് ഇമേജ് ഉണ്ട്, ആ റെഫറൻസ് ഇമേജിൻ്റെ സ്റ്റൈലിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഒരു റെഫറൻസ് ഇമേജും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പോസ്റ്റർ നമ്മൾ ഒരു ജിമ്മിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് വരുത്താനുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് വരേണ്ട കേസിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അതൊന്ന് ഡബിൾ കോട്ട്സിൽ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുമ്പം നന്നായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം സീഡ് ഗ്രീൻ 4.0 എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ജനറലായിട്ട് ജനറേറ്റ് പോസ്റ്റർ ടൈറ്റിൽഡ് സീഡ് ഡ്രീം 4.0 എന്ന് കൊടുക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഡബിൾ കോട്ട്സിലിട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടിയും അക്യുറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മളുടെ ഒരു ഇമേജിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കേസൊക്കെ ആണെങ്കിൽ ഏതൊരു അപ്പം 2-3 ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ എക്സാക്ട്ലി എന്തിനാണ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ആ ഒരു സബ്ജക്റ്റിനെ വെച്ച് തന്നെ നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡ്രസ് ദാറ്റ് ടോളസ്റ്റ് പാൻഡ ഇൻ പിങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഒരു ടോളസ്റ്റ് പാൻഡ, ആ ഒരു ഇമേജിൽ കുറേ പാൻഡാസ് ഉണ്ടെങ്കിൽ ടോളസ്റ്റ് പാൻഡേനെ ഫൈൻഡ് ചെയ്തിട്ട് അത് അതിന് ചേഞ്ച് ചെയ്തോളും. പുട്ട് ദാറ്റ് വൺ ഇൻ പിങ്ക് ക്ലോത്ത്സ് എന്നൊക്കെ ഒരു ജനറലായിട്ട് ഒരു വേഗമായിട്ട് പറയുന്നതിന് പകരം എക്സാക്ട്ലി ഏത് സബ്ജക്റ്റിനെ ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക എഡിറ്റ് ചെയ്യുന്ന കേസിലൊക്കെ. അപ്പോൾ സീഡ് ഡ്രീമിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ 4K വരെ റെസൊല്യൂഷൻ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ നല്ല രീതിയിൽ എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഇമേജ് ജനറേഷനെ കുറിച്ചും വീഡിയോ ജനറേഷനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കാം. നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവരതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.